ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സമാധാനത്തോടെയും ആണ് ഇരിക്കണതെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സേഫാണ് കേട്ടാ. ഇന്നേ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണത്. നമ്മൾ മലയാളികൾക്ക് നമ്മളിപ്പോൾ എത്രയൊക്കെ പറയണു മീനില്ലാതെ പറ്റില്ല, ഇറച്ചിയില്ലാതെ പറ്റില്ല, നോണില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാലും സദ്യ എന്ന് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക വികാരം തന്നെയാണല്ലേ. പല പല കളറുകളിലും പല പല രുചികളിലും എല്ലുമുള്ള കറികളൊക്കെ കൂട്ടിക്കുഴച്ച് പപ്പടം പഴം പായസമൊക്കെ ആയിട്ടുള്ള ആ ഒരു സദ്യ നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് അല്ലേ. നമുക്ക് മലയാളികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോഴേ അങ്ങനെ ഉള്ള ആ ഒരു വാഴലയിൽ വിളമ്പിയിട്ടുള്ള സദ്യയിൽ നമ്മുടെ ചില കുഞ്ഞന്മാരാണ് മാറ്റി കൂട്ടണമെന്ന് തോന്നാറുണ്ട് കേട്ടോ സദ്യക്ക്. എന്താ ഇതുപോലെ പിങ്ക് നിറത്തിലുള്ള നമ്മുടെ കിച്ചടിയും അതുപോലെ പച്ചടി കിച്ചടി കാളൻ ഓലൻ എന്നൊക്കെ പറയണ കുഞ്ഞന്മാരാണ് നമ്മുടെ സദ്യക്ക് മാറ്റിക്കൂട്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു കുഞ്ഞൻ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് 2 കപ്പ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. നമുക്ക് ബീട്രൂട്ടിന് ഒരു 6 മുതൽ 7 മിനിറ്റ് വരെയുള്ള ഒരു വേവ് വേണം കേട്ടോ. അപ്പം നമുക്ക് ഒരു 3-3.5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പാത്രം മൂടിയിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീയേ. ബീട്രൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 കപ്പോളം ചെറിയ തേങ്ങയും കൂടെ എടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ അല്പം, അതായത് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. നമ്മളെ ആദ്യം ഒരു 3-3.5 മിനിറ്റ് ആയപ്പോൾ തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ അതാ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ അരപ്പ് ഒന്ന് ചൂടാവണവരേക്കും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് വേണമെങ്കിൽ അല്പം കൂടെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. വളരെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ ജാറിലെ അരപ്പിൻ്റെ അംശം കൂടെ ഒന്ന് കുലുക്കി കഴുകിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് ചൂടായിക്കിട്ടേ വേണ്ടൂ. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പും അതുപോലെ തന്നെ ബീട്രൂട്ടും ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ശ്രദ്ധിക്കണം, നല്ല പുളി ഉണ്ടാവാനും പാടില്ല, പുളി കുറവാവാനും പാടില്ല കേട്ടോ, അങ്ങനെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കട്ടയില്ലാതെ എടുത്ത ആ 1.5 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സായി എന്ന് കാണുമ്പോൾ നമുക്ക് അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുക. എന്നിട്ട് താളിപ്പ് ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. താളിപ്പിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 6ഓളം വറ്റൽമുളക് പൊട്ടിച്ചതും അതുപോലെ തന്നെ 2 കതിർപ്പ് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് നമ്മൾ ഇത് പച്ചടിയിലേക്ക് ഒഴിച്ച് ചേർത്തു കേട്ടോ. അപ്പോൾ ദാ ഞൊടിയിടയിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പിങ്ക് കളർ തന്നെയാണ് കേട്ടോ, നല്ല കളറാണ്. എത്രത്തോളം നിങ്ങൾക്കിത് വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് കേട്ടോ. എന്തായാലും കണ്ടൻറ്റൊക്കെ കുറേയൊക്കെ ഏറെ സാമ്യമുള്ളത് തന്നെയാണ്. ഇപ്പോൾ തൈര് ആണ് ഇതിൻ്റെ മെയിൻ ബേസ്, അതുപോലെ തന്നെ തേങ്ങയും വേണം. പിന്നെ ഇതിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് കിച്ചടിയിൽ നമ്മൾ മേമ്പടി പോലെ ഒന്ന് കടുക് ചതച്ചത് നൈസായിട്ട് പൊടിച്ചതല്ല, ഒന്നിങ്ങനെ നമ്മളെന്താ പറയുക ക്രഷ് ചെയ്ത പോലെ ഉള്ള കടുക് മേമ്പൊടി പോലെ ചേർക്കാറുണ്ട്. ആ ഒരു കടുകിൻ്റെ ഫ്ലേവറാണ് ഭയങ്കരമായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ
നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ പഴം കിച്ചടിയോ ബീട്രൂട്ട് കിച്ചടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് ആണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ പ്രാദേശികമായിട്ടും പല പല മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. അതുപോലെ പച്ചടി ആയാലും കിച്ചടി ആയാലും ചിലയിടങ്ങളിലൊക്കെ ജീരകം, മല്ലിയില, പുതിനയില, ഉള്ളി, ഇഞ്ചി അതൊക്കെ അരച്ചിട്ട് അരപ്പ് പച്ചയായിട്ട് ചേർത്തിട്ടും ചെയ്യാറുണ്ട്. വേവിക്കാതെ അരപ്പ് ചൂടാക്കാതെ പച്ചയായിട്ട് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു പച്ചടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ കൈപ്പയ്ക്ക വെച്ചുകൊണ്ടുള്ള ഒരു മസാലക്കറി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം വറുത്തത്, അച്ചാറ്, കൈപ്പയ്ക്കയുടെ 2 കഷ്ണം വെറുതെ ഞാനൊന്ന് വറുത്തു, എന്തായാലും ഒന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. പ്ലേറ്റിലൊരു ഭംഗിക്ക് പച്ചമുളക് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ആ വെള്ള ചോറിൻ്റെ മീതെ നമ്മുടെ പിങ്ക് കറിയും കൂടെ വന്നപ്പോൾ എന്താ കോമ്പിനേഷനിലെ കാണാനുള്ള ഭംഗിയും. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴേ കുട്ടികൾക്കും ഇതൊക്കെ ഒരു ഭയങ്കര അതിശയമാണല്ലോ. അപ്പോൾ കുട്ടികളും ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. ഇതൊക്കെ വളരെ നമ്മുടെ ഹെൽത്തിനൊക്കെ പറ്റിയിട്ടുള്ള വസ്തുക്കളാണല്ലോ. അപ്പോൾ എങ്ങനെ സദ്യ തന്നെ ആവണമെന്നില്ല, ഇങ്ങനെ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലും ഇത് ഉണ്ടാക്കിയിട്ട് ചോറ് കൂട്ടിയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലേ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.